ഈ അടുത്ത കാലത്ത് യുവതി യുവാക്കൾക്കിടയിൽ വളരെ സാധാരണയായി കണ്ടുവരപ്പെടുന്ന വിചിത്രമായൊരവസ്ഥയാണ് അകാരണമായ മാനസിക വിഭ്രാന്തി. ഒരു കാരണവുമില്ല. വിദ്യാഭ്യാസമില്ലേ? വിദ്യാഭ്യാസമുണ്ട്. വീട്ടിൽ പട്ടിണിയാണോ? അതൊന്നുമല്ല, പട്ടിണിയൊന്നുമല്ല, നല്ല സുഭിക്ഷമായ ജീവിതം തന്നെയാണ്. ഇനി ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതുമില്ല. ഇനി വേറെ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷെ മാനസിക വിഭ്രാന്തി, അകാരണമായ മാനസിക വിഭ്രാന്തികൾ, ടെൻഷൻ, പ്രശ്നം, ഇത് ഈ അടുത്ത കാലത്തായിട്ട് വളരെ സജീവമായി ഒരുപാട് യുവതി യുവാക്കളിൽ കണ്ടുവരുന്നതാണ്. ഇതിന്റെ പരിണിത ഫലം എന്നോണം പല യുവാക്കളും യുവതികളും ആത്മഹത്യക്ക് വഴിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പടച്ചോനെ പേടിയില്ലാത്ത, ദീനീ ബോധമില്ലാത്ത, ഇതിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട് എന്ന ചിന്ത ഒന്നുമില്ലാത്ത പല ആളുകളും ഈ ഒരു കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ കാരണം എന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ശരിക്ക് ഉലമാക്കൾക്ക് അതിന് കൃത്യമായ മറുപടി, വളരെ കൃത്യമായ മറുപടി. മനഃശാസ്ത്രജ്ഞർക്ക് മറുപടി ഉണ്ടാവില്ല, മെഡിക്കൽ സയൻസിന് മറുപടി ഉണ്ടാവില്ല. പക്ഷേ ദീനിന്റെ, മതത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചാരം നടത്തിയവർ, അതിൽ പഠനം നടത്തിയവർ വളരെ കൃത്യമായി അതിൻ്റെ ഒരു കാരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ കാരണം? പാപത്തിന്റെ ആധിക്യമാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചുറ്റിലും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം കൃത്യമായി ലഭിച്ചിട്ടില്ല. അള്ളാഹുവിനോട് മാപ്പരക്കാനുള്ള അവസരം കൃത്യമായി ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവരതിന് തയ്യാറായിട്ടില്ല. ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുന്നുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ഹൃദയം സമാധാനമടയണമെങ്കിൽ അത് അള്ളാഹുവിലുള്ള ഓർമ്മ മാത്രമാണ് അതിന് പരിഹാരം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ തീർത്തു തരും, മാറ്റിത്തരും. ഇന്നത്തെ ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ ആളുകൾക്ക് പറയുക ഇസ്റാറുൽ അല ദംബ് എന്നാണ്. പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ, തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവർ, അവരെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇത്തരം ആളുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ വലിയ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പടച്ചോൻ പറഞ്ഞത് എന്താണ്? ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ തൗബ ചെയ്തിട്ടുണ്ട്, അവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്, അമലി സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അവരുടെ കുറ്റങ്ങളും അവരുടെ പാപങ്ങളും മുഴുവൻ പടച്ച റബ്ബ് ഹസനാത്തുകളായി, നന്മകളായി അവർക്ക് മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹു വേറെ സ്ഥലത്ത് പറയുന്നു വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അവരൊരു തെറ്റ് ചെയ്താൽ, സത്യവിശ്വാസികൾ ഒരു പാപം ചെയ്താൽ, ആ പാപത്തിന്റെ തൊട്ടിപ്പുറം ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ അവർ ഓർമ്മിക്കുകയാണ്, ചിന്തിക്കുകയാണ്. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് അവർ പാപമോചനം ചെയ്യുകയാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? എന്നിട്ടുള്ള പറയുന്നു ആയത്തിൽ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവർ ചെയ്യുന്ന പാപത്തിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല. വലം യുസിറൂ, അവർ ഒരിക്കലും ഉറച്ചു നിൽക്കുക. ഒരു തെറ്റ് അവർ ചെയ്താൽ ആ തെറ്റ് തിരുത്താനും ആ തെറ്റാണ് എന്ന് അംഗീകരിക്കാനും അവർ തയ്യാറാണ്. വലിയൊരു ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരത്.
തെറ്റിൽ ഒരിക്കലും നമ്മൾ ഉറച്ചു നിൽക്കരുത്. അതിന്റെ ഗുരുതരമായ 4 പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ വിഷയം, തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കുള്ള ഒന്നാമത്തെ വിഷയം, വളരെ പരുഷമായ വിചിത്രമായ നിലയിലായിരിക്കും അവർ ദഅവത്തുകളോട് പ്രതികരിക്കുക. അള്ളാഹുവിന്റെ വിളിയാളത്തോട് അവർ പ്രതികരിക്കുക. അവരെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിന്റെ 7-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അള്ളാഹു പറയാൻ, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അവർക്ക് ഓതി കൊടുത്താൽ, വല്ല അവരതാ തിരിഞ്ഞു കളയുകയാണ്. മുസ്തക്ബിറാ, കിബ്ർ നടിച്ചുകൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട്, കഅല്ലം യസ്മഅഹാ, അവരത് കേൾക്കാത്തതുപോലെ, അറിയാത്തതുപോലെ, കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവരുടെ ചെവിയിൽ എന്തോ ഈയമുള്ളതുപോലെ, ഈയം ഉരുക്കി ഒഴിക്കപ്പെട്ടവരുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയതുപോലെ അവരതാ കേൾക്കാതെ നടക്കുകയാണ്. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് റസൂലേ താങ്കൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഈ വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു 206-ാമത്തെ ആയത്തിൽ, വഇദാ ഖീല ലഹു തഖില്ലാ, അവരോട് പറയപ്പെട്ടാൽ ഇത്തഖില്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്ം, അവരുടെ അഹങ്കാരം അവരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയായി. നിങ്ങൾക്ക് നന്നായി കൂടെ, നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ, ശരിയായി കൂടെ എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവരുടെ അഹങ്കാരം ഇങ്ങോട്ട് ഉണരും, അവരുടെ ഈഗോ അങ്ങോട്ട് ട്രിഗർ ആവും. എന്നിട്ട് അവർ പറയും, നീ ആരെന്നോട് പറയാൻ, നീ എന്റെ അത്ര ദീന് കണ്ടിനാ, നീ എന്റെ അത്ര ആളെ കണ്ടിനാ, നീ എന്റെ അത്ര നാട് കണ്ടിനാ, നിനക്ക് എന്നോട് ഉപദേശിക്കാൻ എന്താ അർഹത ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് പൊടിപൂരൻ ഡയലോഗുകളായിരിക്കും പിന്നെ കേൾക്കാൻ സാധിക്കുക. ഫഹസ്ബുഹു ജഹന്നം, അവന് മതിയായത് നരകം മാത്രമാണ്. വബിഅ്സൽ മിഹാദ്, എത്രയോ മോശമായ മടക്കസ്ഥാനമാകുന്നു. ചില ആളുകൾക്കുള്ളൊരു സ്വഭാവമാണത്, തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? സിഗരറ്റ് വലിക്കുന്നുണ്ടാവും കാലങ്ങളായിട്ട്. സിഗരറ്റ് വലിക്കരുത്, അത് ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ഒന്ന് നോക്കും. എന്നിട്ട് പറയും, നീ ആരാ പറയാൻ, നീ ആരാ പറയാൻ, നീ വലിയ പണ്ഡിതനാ, നീ വലിയ മുത്തഖി, നിന്റെ ഉപ്പ വലിച്ചിട്ടില്ലേ, നിന്റെ ഉപ്പാപ്പ വലിച്ചിട്ടില്ലേ, നിന്റെ ഇതൊക്കെയാണ് മറുപടി പറയാ. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അത് തിരുത്തണം എന്ന ബോധത്തിനപ്പുറം ഇവൻ ആരാ എന്നോട് പറയാൻ, ഇവൻ എന്നെക്കാളും വളർന്നുപോയ. ചില ആളുകൾ നിര്യാണികതായ പാൻറ്റിട്ട് നടക്കുമ്പോൾ അവരോട് നിങ്ങൾ ഇതൊന്ന് മാറ്റണം കേട്ടോ, ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓനിപ്പോ ഓവറാക്കാൻ തുടങ്ങി, ദീന് കൂടിപ്പോയി, ഓനിക്ക് ഭയങ്കര ഓവറായി, മൂത്തോലെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ തെറ്റ് തിരുത്തുന്നതിൽ നിന്ന് തടയും. തെറ്റ് തിരുത്താൻ, അവരുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങളും അബദ്ധങ്ങളും തിരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പിന്നെ ഓൻ അങ്ങോട്ട് സ്കാൻ ചെയ്യും. പിന്നെയോ ഓനെ എവിടെ കണ്ടാലും ഓനൊന്ന് ചെറിയൊരു അബദ്ധം അവനോട് സംഭവിച്ചു പോയാൽ, നീയല്ല എന്നോട് അന്ന് പറഞ്ഞ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കെന്താ ഇപ്പൊ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് അവനെ ക്രൂശിക്കാനും, ഇതൊരു അഹങ്കാരത്തിന് ഉണ്ടാവുന്നതാണ്. ഇത്തരം ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എന്താണത്? അക്കല റജുലൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച്, അടുത്ത് വെച്ച് ഒരു മനുഷ്യൻ ഇടത്തെ കൈനെ കൊണ്ട് ഭക്ഷിച്ചു, ഇടത്തെ കൈനെ കൊണ്ട് തിന്നാൻ തുടങ്ങി. ഫഖാല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കുൽ ബിയമീനിക്, നീ നിന്റെ വലത്തേക്ക് എന്നെ കൊണ്ട് തിന്നുക, ഇടത്തേക്ക് എന്നെ കൊണ്ട് നീ തിന്നരുത്. ഫഖാൽ, ഓൻ റസൂലുള്ളാഹിനോട് മറുപടി പറഞ്ഞു, ലാ അസ്തതി, എനിക്ക് വലത്തേക്ക് എന്നെ കൊണ്ട് തിന്നാൻ പറ്റൂല. റസൂലിനോട് മറുപടി പറഞ്ഞു. പല ആളുകളും പറയുന്ന മറുപടിയാണ്. ചില ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കുക ഇടത്തേക്ക് അതിനെ കൊണ്ടായിരിക്കും. ചോദിക്കുമ്പം പറയും ഗ്ലാസിന് കച്ചറാവുന്നു, ഗ്ലാസിന് മോശമാവും, നമ്മൾ കുടിച്ച ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ആവുന്നു, പ്ലേറ്റിന് കച്ചറയാണ് തിന്നുന്നത്. നമ്മൾ കച്ചറല്ലല്ലോ ഭക്ഷിക്കുന്നത്, പ്ലേറ്റിലായിട്ടില്ല. അതുപോലെ ഗ്ലാസ്സിലായ എന്താ പ്രശ്നം? പ്ലേറ്റ് കഴുകുന്നതൊക്കെ ഗ്ലാസ് കഴിയാൻ വലിയ കുഴപ്പമുണ്ട്. ഇനി മാത്രമല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് പ്രാവർത്തികാക്കി കൈയിലുള്ള ശരിക്ക അന്നങ്ങളും ഭക്ഷണങ്ങളും മുഴുവനും നക്കി തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് പിടിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല, ഉള്ളം കൈയിലേക്ക് ഗ്ലാസ് വെച്ചിട്ട് സുന്ദരമായ വലത്തെ കൈനെ കൊണ്ട് കുടിക്കാം. ഇതിനൊക്കെ മാർഗമുണ്ട്. പക്ഷെ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും, അത് ശരിയാവില്ല, മോശമാണ്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പണിയാണെന്ന് പറയും. ഇയാൾ അതുപോലെ പറഞ്ഞു, അസ്തത്തി, എനിക്ക് പറ്റൂല, ഞാൻ അടുത്തേക്ക് അതിനെ കൊണ്ടല്ലേ അടുത്തേക്ക് അതിനെ തന്നെ കുടിക്കുള്ളൂ. പിന്നെ എന്നിട്ട് ഹദീസിൽ വിശദീകരിക്കാണ്, മാ മനഅഹു ഇല്ലൽ കിബർ, ഓനെ വലത്തെ കൈയിൽ നിന്ന് കുടിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ഓന്റെ കിബർ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. ഫഖാൽ, പ്രവാചകൻ പറഞ്ഞു, ലസ്തതഅത്, നിനക്കതിനെ കഴിയുകയുമില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ വാക്കാണ്, നിനക്കതിനെ കഴിയുകയുമില്ല. ആ ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? ഫമാ റഫഅഹാ ഇലാ ഫീഹി ബഅദു ദാലിക, അതിനുശേഷം വലത്തെ കൈ ഉയർത്തിയിട്ടില്ല.
മരണം വരെ അയാൾക്ക് വലത്തെ കൈ ഉയർത്താൻ പറ്റിയിട്ടില്ല. കൈ കൊണ്ട് തളർന്നു പോയി. റസൂലുള്ളാഹിന്റെ ശാപം ഏറ്റു എന്നുള്ളതാണ്. റസൂലുള്ളാഹി അത്രയും ഗൗരവമായ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാനുള്ള കാരണം ആ മനുഷ്യൻ ഒരു തെറ്റ് തിരുത്തി കൊടുത്തപ്പോ ആ തിരുത്തലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ തിരുത്തലിനെ അഹങ്കാരത്തോടുകൂടി കണ്ടു എന്നുള്ളതാണ്. ഇവരുടെ പൂർവികനാരാൻ? ഈ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോ നീ ആരാ എന്നോട് പറയാൻ, ഞാൻ നിന്നെക്കാളും നല്ല ആളല്ലേ എന്ന് ചിന്തിക്കുന്ന ആള് ആരുടെ പിൻഗാമിയാണ്? മറ്റാരുടെയും പിൻഗാമികളല്ല, ഇബ്ലീസിന്റെ പിൻഗാമിയാണ്. ഇബ്ലീസിന്റെ സ്വഭാവമാണിത്. ഇബ്ലീസ് എന്താണ് ചെയ്തത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ അള്ളാഹു മലക്കുകളോടും ഇബ്ലീസിനോടും അടക്കം ആകാശവാസികളോട് മുഴുവനും സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഫസജദൽ മലായിക കുല്ലുഹും അജ്മഈൻ, മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ ഈ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്? ഇബ്ലീസിന്റെ മറുപടി, അന ഖൈറും മിൻ, ഞാൻ ഓനേക്കാൾ നല്ലോനാണ്, ഞാൻ ഓനേക്കാൾ ശ്രേഷ്ഠനാണ്. ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, നീ എന്നെ പടച്ചത് തീനെ കൊണ്ടല്ലേ, ഓനെ പടച്ചത് മണ്ണിനെ കൊണ്ടല്ലേ, അതുകൊണ്ട് അവനേക്കാൾ ഖൈറുള്ളവനാണ് ഞാൻ എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. അള്ളാഹു ചോദിക്കാണ്, എന്താണ് നിനക്ക് സുജൂദ് ചെയ്യാൻ പ്രശ്നം? അപ്പോ എന്താണ് സാധാരണ ചെയ്യേണ്ടത്? തെറ്റ് തിരുത്തിയിട്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് വീഴുന്നതിന് പകരം സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാണ്. ഞാൻ ചെയ്തതാണ് ശരി, നീ എന്നെ തീനെ കൊണ്ട് പടച്ചു, അതുകൊണ്ട് ഞാനാണ് ഖൈറുള്ളവൻ എന്ന്. അതിന്റെ പരിണിത ഫലമായി ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാര് സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ കരയുമെന്നാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദത ഫസജദ, ആദമിന്റെ മക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ആ ഖുർആനിന്റെ തിലാവത്തിന്റെ സുജൂദുകളിൽ എത്തുന്ന സമയത്ത് അവൻ സുജൂദിലേക്ക് പോകുന്നു. ആ സമയത്ത് ഇഅ്തസല ശൈത്താനു യബ്കി യഖൂലു യാ വൈലി, ആ രംഗം കാണുമ്പോൾ പിശാച് കരഞ്ഞുകൊണ്ട് ഓടുന്നാണ്. എന്നിട്ട് പിശാച് പറയുന്നതാണ്, യാ വൈലി, എന്റെ നാശമേ, എന്റെ നാശമേ. ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദ് ഫസജദ, ആദമിന്റെ മകനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്. വ ഉമിർതു ബിസ്സുജൂദി ഫഅബൈത്, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അനുസരണക്കേട് കാണിച്ചു. ഫലിന്നാർ, എനിക്ക് നരകവുമുണ്ട്. തിലാവത്തിന്റെ സുജൂദിന് ഇത്രമാത്രം മഹത്വമുണ്ട്. അത് കാണുമ്പോൾ പിശാചിന് അങ്ങേയറ്റം വേദനയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുന്നത്. തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഇബ്ലീസിന്റെ പിൻഗാമികളാണ്. ഇബ്ലീസിന്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ തെറ്റുകളെ ന്യായീകരിക്കുക. ഞാനാണ് ഏറ്റവും വലിയ ഖൈറുള്ളവൻ, നീ പൊട്ടനാണ്, നീ പറയുന്നത് തെറ്റാണ്, നിനക്ക് വിവരമില്ല, നിനക്ക് വിവേകമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശികളായ ആളുകൾക്കെതിരെ വാളെടുക്കുന്നത് ഇബ്ലീസിന്റെ സ്വഭാവമാണ് എന്ന് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭീകരമായ പര്യവസാനമാണ് നൽകുക. പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ വിഭാഗം? വതിൽക ആദുൻ ജഹദു ബിആയാതി റബ്ബിഹിം വഅസൗ റസൂല വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്. ആദ സമുദായം അല്ലാഹുവിന്റെ ആയത്തിൽ തർക്കിക്കുകയും അവന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കുകയും മർക്കടമുട്ടക്കാരായ, തെറ്റ് തിരുത്താൻ തയ്യാറല്ലാത്ത, അല്ലാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറില്ലാത്ത ആളുകളെ അവർ പിൻപറ്റുകയും ചെയ്തു. അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണ്? സഖറഹാ അലൈഹിം സബഅ ലയാലിൻ വതമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. 7 പകലുകളും 8 രാത്രികളും നിരന്തരമായി അടിച്ചു വീശിയ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയാകുന്ന കാറ്റിലൂടെ ആ സമുദായത്തെ മുഴുവനും പടച്ചറപ്പ് തുടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ഒരു അവശേഷിപ്പ് പോലും ബാക്കിയാകാത്ത രൂപത്തിൽ ആ നാഗരികത മുഴുവനും ഭൂമിയുടെ മുകളിൽ നിന്ന് എടുത്തു കളയപ്പെട്ടു എന്നതാണ്. തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരുടെ പര്യവസാനം വളരെ മോശമായിരിക്കും. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ഈ വിഭാഗം ആളുകൾ മരണത്തെ നേരിടുന്ന സമയത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും, അവരോട് പറയപ്പെടുകയാണ്, അദാബിന്റെ മലക്കുകൾ അവരുടെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇന്നേ ദിവസം അൽയൗമ തുജ്സഊന അദാബൽ ഹൂൻ, ഹീനമായ ശിക്ഷ
ശിക്ഷയുടെ ദിവസമാണെന്ന്, നിന്റെ അഹങ്കാരത്തിന് അറുതി വരുത്തപ്പെടുന്ന, നിന്റെ ധിക്കാരത്തിന് അറുതി വരുത്തപ്പെടുന്ന, നിന്റെ ഹീനമായ ശിക്ഷയുടെ ദിവസമാണിതെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അടിച്ചും തൊഴിച്ചും പ്രഹരിച്ചുമാണ് അവന്റെ ആത്മാവിനെ സ്വീകരിക്കുക. തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വളരെ മോശമായ പര്യവസാനം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മൂന്നാമത്തെ വിഷയം, നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ തെറ്റായിരിക്കും, വളരെ ചെറിയ നിസ്സാരമായ തെറ്റായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ തെറ്റിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ആ തെറ്റ് വൻപാപമായി മാറും, മൂബിഖാത്തായി മാറും. സുബ്ഹാനല്ലാഹ്, വലിയൊരു വിഷയമാണത്. നമ്മൾ ചെയ്യുന്ന വളരെ നിസാരമായ തെറ്റ്. നിസാരമായ തെറ്റെന്ന് പറയുമ്പോൾ ഇന്നല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം, വലിയ വെറുക്കപ്പെട്ട തിന്മകളും കുറ്റങ്ങളും എല്ലാം അവർ ഒടിയും ഇല്ലൽ ലമം, ലമമുകൾ ഒഴികെ. ആ ലമമുകൾ എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ ലമമുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് സംഭവിക്കുക. പക്ഷെ ആ ലമമിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ, ചെറിയ തെറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ആളുകൾ പറഞ്ഞിട്ടൊന്നും അത് തിരുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല, അതിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഉദാഹരണത്തിന്, നമ്മൾ മോശമായ വീഡിയോ കാണുന്നവരാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വായിക്കുന്നവരാണ്, അത് ഷെയർ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുത്തുവാക്കുകൾ പറയുന്നവരാണ്. ഇതിനൊക്കെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടും അത് തിരുത്താൻ തയ്യാറാവാതെ വീണ്ടും അത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവർ, അത് വൻ പാപമായി മാറുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എത്രമാത്രം ഗൗരവതരമായ നിലയിലാണ് ചെറിയ പാപങ്ങളെ കണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വമുഹഖറാത്ത്, മുഹഖറാത്തു ദുനൂബ്, ചെറിയ ചെറിയ തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ നിങ്ങൾ വളരെ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നമാ മസലു മുഹഖറാത്തി ദുനൂബ്, മുഹഖറാത്തി ദുനൂബ് എന്ന് പറയുന്നത് ചെറിയ തിന്മകൾ എന്ന് പറയുന്നത്, അതിന്റെ ഉദാഹരണം ഏതുപോലെയാണ്? കഖൗമിൻ നസലു ഫീ ബത്നി വാദി, ഒരു ഉമ്മത്തിനെ പോലെയാണ്, സമുദായത്തെ പോലെയാണ്. ആ കൂട്ടം എന്ത് ചെയ്തു? ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ ചെന്നിറങ്ങി. ഒരാൾ, അതിൽപ്പെട്ട ഒരാൾ ഒരു കൊള്ളിക്കമ്പുമായിട്ട് വന്നു. വേറൊരാൾ വേറെ കൊമ്പുമായി, ചുള്ളിക്കൊമ്പുമായി വന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ ചുള്ളിക്കൊമ്പുമായി വന്നിട്ട് ആ ചുള്ളിക്കൊമ്പിന്റെ കൂമ്പാരം കൊണ്ട് അവരവരുടെ ഭക്ഷണം പാകം ചെയ്തു. ആ വലിയ കൂട്ടത്തിനുള്ള ഭക്ഷണം അവർ പാകം ചെയ്തു. ഇതുപോലെയാണ് തെറ്റുകൾ, ചെറിയ ചെറിയ തിന്മകൾ. ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടി 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 നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ ആ തിന്മ മാറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ തിന്മ എപ്പോഴാണോ അത് ചെയ്യുന്ന ആളെ പിടികൂടുന്നത്, ആ പിടികൂടുന്ന മാത്രയിൽ അയാൾ നശിച്ചു പോകുമെന്നാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും ഒക്കെ മരണത്തിന് ശേഷം പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇൽമു പകർന്നു കൊടുത്തുകൊണ്ട് ഒരുപാട് കാലം ജീവിച്ച മനുഷ്യനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിഷയം നമുക്ക് കാണാൻ പറ്റും. ഇന്നകും ലതഅലമു തഅമലൂന അഅമാല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിയ അദഖു ഫീ അഅയുനികും മിനശ് ശഅർ, ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണിൽ ഒരു രോമത്തിന്റെ ഗൗരവം മാത്രമേ നിങ്ങൾക്ക് അതിനുള്ളൂ. തീരെ ഗൗരവമില്ലാതെ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ കുന്നാ നഉദ്ദുഹാ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൂബിഖാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നമ്മൾ ആ രോമത്തിന് സമാനമായി നിങ്ങൾ കാണുന്ന ചെറിയ ചെറിയ തെറ്റുകൾ മൂബിഖാത്തുകളായിട്ട് നമ്മൾ കണ്ട വിഷയമാണ്, വൻപാപങ്ങളായിട്ട് നമ്മൾ കണ്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ തലമുറ കഴിയുമ്പോഴും തെറ്റിന്റെ ഗൗരവം കുറഞ്ഞു കുറഞ്ഞു വരുന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കഴിഞ്ഞ തലമുറയിൽ വലിയ തെറ്റായി കണ്ട കാര്യം ഈ തലമുറയിൽ വളരെ ചെറിയ തെറ്റായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാണും പെണ്ണും തമ്മിൽ, അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിക്കുക എന്നത് കഴിഞ്ഞ തലമുറകളിലേക്ക് വലിയ ഗൗരവമുള്ള വിഷയമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. കുടുംബത്തിൽ ഭയങ്കര ചർച്ചയാവും, നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്നൊരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ അതിനെന്താ പ്രശ്നം? ഇനി അവർ ഒറ്റക്കിരുന്ന് സംസാരിച്ചാലും, ഒറ്റക്ക് എവിടെ പോയാലും, ഒറ്റക്കിരുന്നാലൊക്കെ അതിനൊക്കെ ന്യായീകരിക്കാനുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ ഇന്നത്തെ യുവാക്കൾ തെറ്റുകളിൽ കൂടുതലായി ഉറച്ചു നിൽക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അകാരണമായ മാനസിക വിഭ്രാന്തികൾ അവരെ പിടികൂടുന്നതും. നാലാമതായുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടാണ്. തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഇർഹമു തുർഹമു വഗ്ഫിറു യഗ്ഫിറുല്ലാഹു ലക്കും. നിങ്ങൾ കരുണ കാണിക്കുക, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും. ഇഗ്ഫിറു നിങ്ങൾ പുറത്തു കൊടുക്കുക, യഗ്ഫിറുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്കും പുറത്തു തരും. വൈലുൽ ലിഅഖ്മാഇൽ ഖൗൽ വാക്കുകളെ അവഗണിക്കുന്നവന് നാശം. വാക്കുകൾ കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്താതെ അതിനോട് മുഖം തിരിച്ചു കളയുന്നവന് നാശം. അതുപോലെ തന്നെ വൈലുൽ ലിൽ മുസ്രിരീന അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ. ആരാണോ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നത്, തെറ്റാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവൻ ആരാണോ അവനും നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു തെറ്റിൽ എപ്പോഴാണ് ഉറച്ചു നിൽക്കുക? അധിക ആളുകളും അത് തെറ്റാണെന്ന് മനസ്സിലാകാത്തോടല്ല. പിന്നെന്താണ്? ഇനിയും സമയമുണ്ടല്ലോ, നാളെ നന്നാവാം എന്ന് വിചാരിച്ച പലരും ഇന്ന് ഖബറിന്റെ അടിയിലാണ് എന്ന് പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടതാണ്. നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇടും അത്. നാളെ നന്നാവാം എന്ന് വിചാരിച്ച പലരും ഇന്ന് ഖബറിന്റെ അടിയിലാണ്, മരിച്ചു പോയിട്ടുണ്ട്. അതാണ് പലരെയും തെറ്റുകളിൽ ഉറച്ചു നിൽക്കാൻ കാരണക്കാരാക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്തയോടെ നമ്മൾ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ഓരോ ചെറിയ തെറ്റിനും വൻ പാപത്തിന്റെ ഗൗരവമുണ്ട് എന്ന ഗൗരവതരമായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തെ പരിചയപ്പെടുത്തിയത് ഏത് രീതിയിലാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മർക്കട മുഷ്ടി ഒരിക്കലും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ ഒരാൾ ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ, പ്രവാചകന്റെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടായിട്ടില്ല. എന്തിലും ചെറിയ ചെറിയ അബദ്ധങ്ങൾ റസൂലിന് തിരുത്തി കൊടുത്താൽ താഴ്മയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തിരുത്തിയ ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യذكر فتنفعه الذكرى اما من استغنى فانت له تلهى وما فانت له تصدى وما عليك الا يزكى واما من جاءك يسعى وهو يخشى. സുബ്ഹാന അല്ലാഹ്, അല്ലാഹുവിന്റെ വല്ലാത്ത വാക്കുകളാണ്. റസൂലിനെ വിമർശിക്കാണ് പടച്ചോൻ. അബസ വതവല്ല, മുഖം തിരിച്ചു കളഞ്ഞു, താങ്കൾ പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമാ, ആ പാവപ്പെട്ട ഒരു അന്ധൻ താങ്കളുടെ അടുത്തേക്ക് വന്നപ്പോ താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞു റസൂലേ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, താങ്കൾക്ക് എന്തറിയാം അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചാലോ? വന്ന ആളെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? കാരണം പ്രവാചകൻ ഖുറൈശിയിലെ പ്രമാണിമാരോട് സംസാരിക്കായിരുന്നു. ആ സമയത്താണ് അന്ധനായ ഒരു മനുഷ്യൻ വന്നത്. ആ മനുഷ്യനെ റസൂലുള്ളാഹി ശ്രദ്ധിച്ചില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ചെറിയ അശ്രദ്ധയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയപ്പോ വിനീതനായ ഒരു അടിമയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിമർശനത്തെ, ആ തിരുത്തലിനെ മനസ്സാ വാചാ കർമ്മണ ഏക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ ക്വാളിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. തെറ്റുകളിൽ ആര് തിരുത്തി തന്നാലും, അത് നമ്മുടെ ശത്രുവായാലും സമൂഹത്തിൽ എത്ര സ്ഥാനമാനങ്ങൾ കുറഞ്ഞ ആളായാലും, നമുക്കാരെങ്കിലും തെറ്റ് തിരുത്തി തന്നാൽ തലതാഴ്ത്തിക്കൊണ്ട് ആ തെറ്റിനെ അംഗീകരിച്ച് അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിലും പരിശുദ്ധ ഖുർആനിലും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളതാണ് ജബ്ബാറൻ അനീദ എന്നുള്ളത്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടിക്കാരൻ, ചമ്മാടി. അനീദ് എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥം വരുന്ന ക്രൂരൻ, അതുപോലെ തന്നെ മനസ്സലിയാത്തവൻ എന്നൊക്കെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആട് പാകം ചെയ്ത് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട് കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു ദരിദ്രനെ പോലെ മുട്ടുകുത്തി ഇരുന്നിട്ട് ആ ആടിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. ഫഖാല അൽ അറാബി, ഇത് കണ്ടിട്ട് അറാബിയായ ഒരു മനുഷ്യൻ റസൂലിനോട് ചോദിച്ചു, മാ ഹാദിഹിൽ ജിൽസ, എന്തൊരു ഇരുത്താണ് റസൂലേ ഇത്,
എന്തൊരു ഇരുത്താണ്, താങ്കൾ വലിയ പ്രവാചകനല്ലേ, ഒരു ജനതയുടെ നേതാവല്ലേ, അനിഷേധ്യനായ നേതാവല്ലേ, പിന്നെ താങ്കൾ എന്താണ് കേവലം ഒരു ദരിദ്രൻ ഇരിക്കുന്നത് പോലെ ഈ ഇരിക്കുന്നത് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമ, അല്ലാഹു എന്നെ മാന്യനായ ഒരു അടിമയാക്കി മാറ്റിയിരിക്കുന്നു. വലം നജഅൽനി ജബ്ബാറൻ അനീദ, എന്നെ ജബ്ബാറുമാക്കിയിട്ടില്ല, അനീദുമാക്കിയിട്ടില്ല എന്നതാണ്. സുബ്ഹാനല്ലാഹ്. ജബ്ബാർ എന്നുള്ളതിന് പോസിറ്റീവ് അർത്ഥമുണ്ട്, നെഗറ്റീവ് അർത്ഥമുണ്ട്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടിക്കാർക്കാണ് പറയുക. ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ, നമ്മുടെ നാട്ടിലെ ഭാഷ പറയൂലേ, പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. വടിവുതിങ്ങികൾ എന്ന് പറയും. അതായത് ഒരാൾ ഇങ്ങോട്ട് വടി ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്ന് കുനിയാനോ ഇങ്ങോട്ട് ചെരിയാനോ ഇങ്ങോട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കൂല. അതേപോലുള്ള ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒന്ന് വായിന്ന് വീണു പോയാൽ പിന്നെ രക്ഷയില്ല, പിന്നെ അതന്നെ ശരി, ഭൂമി കുലുങ്ങിയാലും അതന്നെ ശരി. ആ നിലപാട് ശരിയൊന്നല്ല ഒരിക്കലും. സത്യത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ നിലകൊള്ളണം. പക്ഷേ നമ്മുടെ വാശിക്ക് വേണ്ടി ആ നിലപാട് നമ്മൾ എടുത്താൽ നമുക്ക് നാശമായിരിക്കും അതിന്റെ ഫലമായി ഉണ്ടാവുക. ഒരിക്കലും ആ ഒരു രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മർക്കട മുഷ്ടിക്കാരാവാൻ നമ്മൾ പാടില്ല. നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും നമ്മൾ അംഗീകരിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം തവാദു ആയിരുന്നു, വിനയമായിരുന്നു. ആ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം തികഞ്ഞവരല്ല എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബോധത്തോടു കൂടി ജീവിക്കാൻ, ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അത് തിരുത്താൻ സ്വയം ബോധ്യപ്പെട്ട് പാപങ്ങൾ തിരുത്തി അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥാ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ ഒരു സഹോദരന്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാദാ, മരണം വരെ നിന്റെ വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും മരിക്കുന്ന സമയം നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അത് ഉരുവിടുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.